ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക കസ്റ്റഡി ഉണ്ടായിരിക്കുന്നു. അത് കരിക്കകം സ്വദേശിയായിട്ടുള്ള ജ്യോതിഷൻ, മന്ത്രവാദി എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദീപാണ്. അപ്പോൾ പ്രദീപിൻ്റെ കൂടുതൽ വേറബോട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അയൽക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. ചേട്ടാ, ഈ പുള്ളി എത്ര വർഷം മുമ്പ് ഇവിടേക്ക് വരുന്നത്? 35 വർഷമായി ഇവിടെ വന്നിട്ട്. ഈ പുള്ളിക്ക് ആദ്യം എന്ത് പരിപാടി? ആദ്യം കടയുണ്ടായി, ശംഖുമുഖത്തെ സ്റ്റേഷനറി കട. സ്റ്റേഷനറി കട. പിന്നെ മുട്ട കച്ചവടമൊക്കെ എന്ന് പറഞ്ഞ് മുട്ട കച്ചവടം വഴി നീളെ കൊടുത്തോണ്ടിരുന്നു. അതിനുശേഷമാണ് ഈ പൂജാരിയായത്. പൂജാരിയായ ശേഷം പിന്നെ ന്യൂ കോളേജിൽ വന്ന് അവിടെ വന്ന് പഠിപ്പിച്ച് അവിടെ നിന്ന് സാറായി വന്ന് പിന്നെ നമ്മളെയൊക്കെ പഠിപ്പിച്ച് പിന്നെ പിന്നെ ഈ കാതികനായി ഇടയ്ക്ക് എന്തോ അല്ലേ? കാതികനായി. പിന്നെ ഈ ഇവിടെ ഈ ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ വരുമായിരുന്നോ? വരും. രാത്രി പൂജയൊക്കെ ഉണ്ടായിരുന്നോ? രാത്രി പൂജ നടക്കും. ഇയാളാണെങ്കിൽ ഇപ്പം താമസിക്കുന്നത് ഇയാളുടെ ഭാര്യയോടൊപ്പം അല്ല. പിന്നെ ഇപ്പം എൻ്റെ ഭാര്യയുടെ കൂടെയാണ്. അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? ഈ അങ്ങ് പോയി നിന്ന് ഇപ്പം രാത്രി അവിടെ നിന്ന് പൂജ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സഹായിയായി പോയതാണല്ലേ? സഹായിയായി പോയിരുന്നു. ചേട്ടന് ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. പുള്ളി വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു. പിന്നെ അവളെ അമ്മയും കൂടെ കൊണ്ട് അങ്ങ് പോയി കഴക്കൂട്ടത്ത്. വെടുപ്പുള്ള ആളല്ല. പൈസയൊക്കെ ഉണ്ടായിരുന്നോ? സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ പുള്ളിയെ കസ്റ്റഡിയിലെടുത്തൊക്കെ അറിഞ്ഞായിരുന്നോ ചേട്ടൻ? അറിഞ്ഞില്ല. പിന്നെ അന്ന് ഉണ്ണിക്കണ്ണൻ പറഞ്ഞാണ് അറിഞ്ഞത്. ഏതായാലും ഇതാണ് അയൽവാസികൾക്ക് പ്രദീപിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളിലടക്കം ചില നിഗൂഢതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അയൽവാസികൾ പറയുന്നുണ്ട്. ക്യാമറാമാൻ അനന്തുവിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.